പാലക്കാട് കൊടുമ്പിൽ കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. കൊടുമ്പ് ഓലശ്ശേരി സ്വദേശി മാരിമുത്തുവാണ് മരിച്ചത്. പാടത്ത് പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റ്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നു. സച്ചിൻ, ഈ സ്വന്തം പാടത്ത് നിന്ന് തന്നെയാണോ ഈ മാരിമുത്തുവിന് ഷോക്കേറ്റത്? എന്താണ് ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ? സിജു, ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് മാരിമുത്തുവിന് ഷോക്കേറ്റത്. പാലക്കാട് കൊടുമ്പ് ഓലശ്ശേരി സ്വദേശിയാണ് മാരിമുത്തു. സ്വന്തം തോട്ടത്തിലേക്ക്, അതായത് നെൽപ്പാടങ്ങൾ കഴിഞ്ഞ് സ്വന്തം തെങ്ങിൻ തൈകളുള്ള തോട്ടത്തിലേക്ക് പോയപ്പോഴാണ് ഷോക്കേറ്റത്. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടെ തേങ്ങ പെറുക്കിയിട്ട് രണ്ടാമത് വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും തോട്ടത്തിലേക്ക് പോയ സമയത്താണ് ഷോക്കേറ്റത്. ഇന്നലെ രാത്രിയിൽ ഈ ശക്തമായ കാറ്റിൽ ലൈൻ പൊട്ടി വീണിരുന്നു. എന്നാൽ മാരിമുത്തു ഇത്തരത്തിൽ ലൈൻ പൊട്ടി മാരിമുത്തുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. തുടർന്നാണ് ഷോക്കേറ്റ്, തേങ്ങ പെറുക്കുന്നതിനിടെ ഷോക്കേറ്റത്. നിലവിൽ ബന്ധുക്കൾ, അതായത് 9 മണിയായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ തോട്ടത്തിൽ പോയി പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ മാരിമുത്തുവിനെ കണ്ടത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. സിജു, ഈ ലൈൻ പൊട്ടി വീണ വിവരം KCB അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അറിഞ്ഞില്ല ഈ ലൈൻ പൊട്ടി വീണ കാര്യം പ്രദേശവാസികൾ ഉൾപ്പെടെ? സിജു, ഇത് പാടമാണ്. പാടത്തിന് ഉള്ളില്, അതായത് പാടത്തിനുള്ളിലൂടെ പോയി അവസാന ഭാഗം, പാടം അവസാനിക്കുന്ന ഭാഗത്താണ് മോട്ടോർ ഷെഡിന് വേണ്ടി ലൈൻ വലിച്ചിട്ടുള്ളത്. ഈ ലൈനാണ് നിലവിൽ പൊട്ടി വീണത്. എന്നാൽ സമീപവാസികൾ, അതായത് ഇവിടെ ജനവാസ മേഖലയല്ല, പാടത്തിന് നടുവിലുള്ള ഒരു തെങ്ങിൻ തോട്ടത്തിലാണ് മാരിമുത്തു എത്തിയത്. അവിടെ ലൈൻ പൊട്ടി വീണത് പ്രദേശവാസികളൊന്നും അറിഞ്ഞില്ല, മാരിമുത്തുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഈ തോട്ടത്തിൽ തെങ്ങോലകളും അതുപോലെ തന്നെ തെങ്ങിൽ നിന്ന് തൊട്ട നിലയിലാണ് ലൈൻ ഉള്ളത്. അതിനാൽ തന്നെ ശക്തമായ കാറ്റിൽ തന്നെയാണ് പൊട്ടിയത് എന്നാണ് KSCB അധികൃതരും പറയുന്നത്. നാട്ടുകാരും അതേപോലെ തന്നെ ബന്ധുക്കളും നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയത്. പാലക്കാട് സൗത്ത് പോലീസും നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണ്. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ട് കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. അതിൻ്റെ വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്.